മാഡം ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ടൈമിലുള്ള ചോദിച്ച ഒരുപാട് മാഡം പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്കൊന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. കാരണം എല്ലാം പഠിപ്പിച്ച് തന്നെ ഇവിടെ പഠിപ്പിച്ച് തന്നെയാണ് മൊത്തം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എക്സാക്റ്റ് അതുപോലെ കറക്റ്റ് ഒരു മാറ്റം പോലും വരാണ്ട് ചോദിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. ഹായ് ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ വിന്നേഴ്സ് ടോക്കിലുള്ളത് റീസെൻ്റ് ആയിട്ടുള്ള ഖത്തർ പ്രൊമട്രി എക്സാം വിന്നറായിട്ടുള്ള ജസ്നയാണ്. അപ്പം നമുക്ക് ജസ്നയോട് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. വെൽക്കം ജസ്ന. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ എജ്യൂസ് അക്കാഡമിയോടൊപ്പം ഉള്ള ക്ലാസ്? എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു ഈ പറയുന്നൊരു എക്സാം എഴുതാനായിട്ട്? സർ, വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. അത് എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ 1 മന്ത് ക്ലാസ്സാണ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയറി ക്ലാസ് ആയാലും ക്രാഷ് കോഴ്സ് ആയാലും വളരെയധികം എഫക്റ്റീവായിരുന്നു. അത് 100% ഞാൻ ഷുവറായിട്ട് പറയുകയാണ്, വളരെയധികം എഫക്റ്റീവായിരുന്നു. കാരണം ഞാൻ 2024 ഇറങ്ങിയതാണ്. അത് എനിക്ക് തിയറി ബേസ് അത് അധികം ഇല്ല. എനിക്ക് ഇപ്പം നന്നായിട്ട് എനിക്ക് തിയറി ബേസ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അതിനെല്ലാം വളരെയധികം നന്ദി ഒരുപാടുണ്ട് സർ. നമ്മുടെ ക്ലാസ്സിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും റിയൽ എക്സാമിനുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസും തമ്മിൽ എത്രത്തോളം സാമ്യത ഉണ്ടായിരുന്നു? അതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് തന്നെയാണോ വന്നിരിക്കുന്നത്? മാഡം ലാസ്റ്റ് പറഞ്ഞ ആ ഒരു ടൈമിലുള്ള ചോദിച്ച മാഡം പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻ വന്നായിരുന്നു. എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം എനിക്കൊന്നും പുറത്തുനിന്ന് വന്നിട്ടില്ല. കാരണം എല്ലാം പഠിപ്പിച്ച് തന്നെ ഇവിടെ പഠിപ്പിച്ച് തന്നെയാണ് മൊത്തം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. മെയിൻ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ കാര്യങ്ങൾ എക്സാക്റ്റ് അതുപോലെ കറക്റ്റ് ഒരു മാറ്റം പോലും വരാണ്ട് ചോദിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷം മാത്രമേ എനിക്കുള്ളൂ. എനിക്ക് നന്നായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് ക്ലാസ് എഫക്റ്റീവ് ആയതുകൊണ്ടാണ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി ആയിരുന്നാൽ പോലും ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ട് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ജസ്നയുടെ ഒരു പഠന രീതിയൊക്കെ എങ്ങനെയായിരുന്നു? എത്രത്തോളം ഒരു ദിവസം എത്ര സമയം പഠിക്കാൻ പറ്റുമായിരുന്നു? എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്? ക്വസ്റ്റ്യൻസ് വർക്ക് ചെയ്തിട്ടാണോ അതോ ക്ലാസ്സുകൾ കണ്ടിട്ട് പിന്നെ ക്വസ്റ്റ്യൻസ് കൂടെ വർക്ക്ഔട്ട് ചെയ്തിട്ടാണോ? എങ്ങനെയായിരുന്നു ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്നുള്ളത്? സർ, ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഞാനൊരു കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. കാരണം അപ്പം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും പറ്റും. അപ്പം അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു എഫക്റ്റീവാണ് സാർ. കാരണം ക്ലാസ്സിൻ്റെ കൂടെ തന്നെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് ഞാൻ ഒരിടത്തും അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല അങ്ങനെ തരുന്നതെന്നും. എൻ്റെ ഓർമ്മയിൽ ജസ്ന എല്ലാ ദിവസവും ലൈവിൽ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു. നല്ല റെസ്പോണ്ടീവ് ആയിരുന്നു. ആ ഡെയിലി ഉള്ള ലൈവ് സെഷൻസ് എത്രത്തോളം ഈ സക്സസിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു? സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചില്ല ഓൺലൈൻ ക്ലാസ് ഇത്ര എഫക്റ്റീവ് ആവുമെന്ന്. ഓൺലൈൻ ക്ലാസ് ഭയങ്കര എഫക്റ്റീവായിരുന്നു. നല്ലൊരു ഇൻട്രാക്റ്റീവായിരുന്നു. മാഡായിരുന്നാലും നല്ല രീതിയിലായിരുന്നു. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടായാലും എനിക്ക് ഡൗട്ട് ചോദിക്കുമ്പം അത് ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ടായാലും ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു ക്ലാസ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അമ്മയ്ക്ക് എത്രമാത്രം സന്തോഷം തോന്നുന്നുണ്ട് മകളുടെ ഒരു വിജയത്തില്? വളരെയധികം സന്തോഷം സാർ. സാറ് 100% മാഡം ആയിരുന്നാലും സാറായിരുന്നാലും നന്നായിട്ട് പഠിപ്പിച്ച് നല്ലതായിട്ട് മനസ്സിലായി. ഇത്രത്തോളം പ്രതീക്ഷിച്ചില്ല. നല്ല സന്തോഷം സാർ. വേറെ ഒരു അക്കാഡമിയിലും പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ പഠിച്ചപ്പം നന്നായിട്ട് മനസ്സിലായി. അവൾ ജയിക്കും എന്നുള്ള നല്ല ഉറപ്പും ഉണ്ടായിരുന്നു. സന്തോഷം. അനിമേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? നമുക്ക് ഓരോ സബ്ജക്ട്സിലെ അനിമേഷൻ ക്ലാസ്സുകളൊക്കെ അതൊക്കെ കണ്ടിരുന്നു? അതൊക്കെ എത്രത്തോളം ഹെൽപ്ഫുൾ ആയി നമുക്ക് കൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കാനായിട്ട്? നല്ല രീതിയിൽ ഹെൽപ്ഫുള്ളായി സാർ. നല്ല രീതിയിൽ തന്നെ ഹെൽപ്ഫുള്ളായി. സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ നല്ല രീതിയിലായി. ഞാൻ എന്തായാലും ഞാൻ ഷുവർ പറയാണ്, വന്ന് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റിഗ്രറ്റ് അടിക്കേണ്ടി വരില്ല, ജയിക്കുക തന്നെ ചെയ്യും. കാരണം അത്ര എഫക്റ്റീവായിട്ടാണ് ക്ലാസ് പോകുന്നത്. അത് എനിക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് ബാക്കിയുള്ളവർക്ക് ജയിക്കാൻ പറ്റും. ഇവിടെ വന്ന് പഠിച്ചാൽ മതി, എന്തായാലും ജയിക്കും. നല്ല തിയറി ക്ലാസ്സാണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ടുണ്ട്. നല്ല രീതിയിലാണ് ക്വസ്റ്റ്യൻ വർക്കൗട്ട് തരുന്നത് പോലും തന്നെ. അത് ഇഷ്ടംപോലെ പുറത്തൊന്നും പുതിയ ക്വസ്റ്റ്യൻസ്, പഴയ ക്വസ്റ്റ്യൻസ് മാത്രമല്ല പുതിയ ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് ചെയ്ത് പഠിപ്പിക്കുന്നത് കൊണ്ട് കുറച്ചും കൂടെ ഈസി ആവുന്നുണ്ട്. കാരണം എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു മോണിറ്ററിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ മാഡം പഠിപ്പിച്ച സെയിം ക്വസ്റ്റ്യൻ വരുമ്പം നമുക്ക് കണ്ണും പൂട്ടി ക്ലിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത്ര കോൺഫിഡൻ്റ് ആയെങ്കിൽ അത് ഇവിടെ പഠിപ്പിച്ചതുകൊണ്ട് മാത്രമാണ്.
അതോടൊപ്പം തന്നെ ഇതാണ് നമ്മുടെ മെന്റർ അല്ലേ? മെന്ററുടെ ഒരു സപ്പോർട്ടൊക്കെ എത്രത്തോളം ഉണ്ടായിരുന്നു? കൃത്യമായിട്ട് ഉള്ള ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു? മാമിനെ പറ്റി പറയുകയാണെങ്കിൽ മാം ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എനിക്ക് എക്സാം ഡേറ്റ് കിട്ടാതെയൊക്കെ വന്നപ്പോൾ മാഡം പറഞ്ഞ് കാമായിട്ടിരിക്കും, നമുക്ക് നോക്കാം. മാഡം ഭയങ്കര രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മാഡത്തിന് വിളിച്ച ടൈമിലെല്ലാം മാഡം അത് നമുക്ക് നോക്കാടാ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര ഒരു സപ്പോർട്ടീവ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എത്രയും പെട്ടെന്ന് ജോലി ലഭിക്കട്ടെ, ജീവിതത്തിൽ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.